അങ്ങനെ ഉദയ്പൂരിലെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ഞങ്ങൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് ഗംഗൂർ ഘാട്ടിലേക്കാണ്. സൺറൈസ് കാണുക എന്നാണ് ഉദ്ദേശം. രാവിലെ തന്നെ നമ്മുടെ വീഥികളെല്ലാം വളരെ ക്ലീൻ ആണ്. അങ്ങനെ ഞങ്ങൾ ഗംഗൂർ ഘാട്ടിലെത്തി. ഗംഗൂർ ഘാട്ട് ഇന്നലെ നമ്മൾ പോയ അമ്പരി ഘാട്ടിന് നേരെ എതിർവശത്തുള്ള ഒരു ഘാട്ടാണ്. ഞങ്ങൾ ആക്ച്വലി സൺറൈസ് കാണാനാണ് വന്നതെങ്കിലും സൺറൈസ് കാണാൻ നിൽക്കേണ്ടത് അപ്പുറത്തെ സൈഡിലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ സിറ്റി സൈഡിൽ നിന്ന് സൺ ഉദിച്ചു വരുന്നത് കാണാൻ സാധിക്കുക. പക്ഷേ ഞങ്ങൾ ആ സൈഡിൽ ഇന്നലെ പോയത് കൊണ്ട് ഞങ്ങൾ ഇത്തവണ ഇങ്ങോട്ട് തന്നെ വരാൻ തീരുമാനിച്ചു. ഗംഗൂർ ഘാട്ടിൽ ഇവിടെയും ഒരു പ്രത്യേകതരം വൈബാണ് രാവിലെ നമുക്ക് കിട്ടുക. അങ്ങനെ കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഒരു സ്കൂട്ടർ റെന്റിനെടുത്ത് ഞങ്ങൾ നേരെ പോയത് സജൻഗഡ് പാലസിലേക്കാണ്. ഇപ്പോൾ സജൻഗഡ് പാലസിലാണ്. ആക്ച്വലി സജൻഗഡ് പാലസ് മൺസൂൺ ക്ലൗഡ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സജ്ജൻ സിംഗ് എന്ന് പറയുന്ന രാജാവ് പണിതതാണ്. പക്ഷേ അദ്ദേഹം പൂർത്തീകരിക്കുന്നവരെ അദ്ദേഹം ജീവിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്ന ഫത്തേഹ് സിംഗ് ആണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. അദ്ദേഹം സജൻഗഡ് പാലസ് എന്ന് പേരും കൊടുത്തു. അപ്പോൾ ഇത് ശരിക്കും ഉദയ്പൂർ സിറ്റി പാലസിന് ഉള്ള രാജാക്കന്മാർക്ക് പാർഷ്യൽ റെസിഡൻസ് ആയിട്ട് പണി കഴിപ്പിച്ചതാണ്. ഒരു വളരെ ഉയർന്നൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ പാലസ് പണിതിരിക്കുന്നത്. പാലസിന് ചുറ്റും മനോഹരമായ ഗാർഡനുണ്ട്. മാത്രമല്ല ഇതിന് ചുറ്റും ഒരുപാട് മലനിരകളും കാണാം നമുക്ക്. പക്ഷെ ഇപ്പോൾ വിസിബിലിറ്റി കുറവായതുകൊണ്ട് അങ്ങനെ ദൂരെയുള്ളത് കാണാൻ സാധിക്കുന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഫത്തേഹ് സാഗർ ലേക്കിലേക്കാണ് വന്നത്. പിച്ചോള ലേക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയ ഒരു ലേക്കാണ്. ഇവിടെയും ബോട്ടിങ്ങിന് അവസരമുണ്ട്. അപ്പം ഞങ്ങൾ ബോട്ടിങ് ചെയ്യാമെന്ന് കരുതി ബോട്ടിങ് ചെയ്തു. കുറച്ച് ഉച്ചയായതുകൊണ്ടായിരിക്കാം, വെയിലുള്ളത് കൊണ്ടും കുറച്ച് പിച്ചോള ലേക്കിൻ്റെ അതേ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ല. എന്നാലും നമ്മൾ വരുമ്പോൾ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ലേക്കാണ് ഫത്തേഹ് സാഗർ ലേക്ക്. ഇവിടെ സ്പീഡ് ബോട്ടും അവൈലബിലിറ്റി ഉണ്ട്, നോർമൽ ബോട്ട്സും ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും ഞങ്ങൾ കുറച്ചു നേരം ബോട്ടിലിരുന്ന് ആസ്വദിച്ചു. നമ്മളുള്ളത് സഹേലിയോൺ കി ബാഡിയിലാണ്. ഇത് മഹാരാജ സംഗ്രാം സിംഗ് രണ്ടാമൻ 1710 1734 ഇടയിൽ അവിടുത്തെ രാജ്ഞിമാർക്ക് വേണ്ടി അവരുടെ മെയ്ഡ് ഓഫ് ഓണേഴ്സിനും വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചതാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ബ്യൂട്ടിഫുൾ ഗാർഡനാണെന്നാണ് അവകാശം. ഇത് ഫത്തേഹ് സാഗർ ലേക്കിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സഹേലിയോൺ കി ബാഡി.
അങ്ങനെ ഉദയ്പൂരിലെ അവസാനത്തെ ഡെസ്റ്റിനേഷനാണ് നമ്മുടെ കർണിമാത ടെമ്പിൾ. അതൊരു ഉയർന്ന കുന്നിൻ്റെ മുകളിലുള്ളൊരു ടെമ്പിളാണ്. പക്ഷേ അവിടേക്ക് പോകാൻ നമുക്ക് റോപ്പ് വേ അവൈലബിൾ ആണ്. ഇപ്പോൾ റോപ്പ് വേയിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് നമ്മളീ കാണുന്നത്. റോപ്പ് വേയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ടിക്കറ്റ് തരും, അതിലൊരു നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ നമ്പറിനനുസരിച്ചാണ് നമ്മൾ ചെല്ലേണ്ടത്. അപ്പോൾ ആ സമയം ചെലവഴിക്കാൻ വേണ്ടി ഇവിടെ കുറേ ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഞങ്ങളുടെ ഒഴിവും വന്നെത്തി. ഞങ്ങൾ റോപ്പ് വേയിൽ കയറി. അപ്പോൾ കർണിമാതയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കർണിമാത ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടെമ്പിൾ ഒരു ഉയർന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല അവിടെ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഉദയ്പൂരിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂവും കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ഓൾഡ് സിറ്റി സൈഡും ലേക്ക് സൈഡും മാത്രമല്ല ഓപ്പോസിറ്റ് സൈഡിലുള്ള പുതിയ സിറ്റിയും നമുക്ക് ഈ കർണിമാത ടെമ്പിളിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കാണ്. ഉദയ്പൂർ വരുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും ഇവിടെ വന്നിരിക്കണം. കാരണം അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച. എനിക്ക് തോന്നുന്നു എനിക്ക് ഉദയ്പൂരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈ കർണിമാത ടെമ്പിൾ തന്നെയാണ്. ഞങ്ങൾ സൺസെറ്റ് കാണാൻ ഉദ്ദേശിച്ചാണ് വന്നത്, പക്ഷേ റോപ്പ് വേയിൽ ആ സമയത്ത് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം വളരെ മനോഹരമായിരുന്നു. നമ്മളുള്ളത് കർണിമാത ടെമ്പിളിലാണ്. ഇത് റോപ്പ് വേ കയറിയാണ് അവിടെ വരുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് ഉദയ്പൂരിൻ്റെ ഫുൾ സിറ്റി വ്യൂ കാണാൻ പറ്റും. എല്ലാ ലേക്കും എല്ലാ കെട്ടിടങ്ങളും പാലസും എല്ലാം കാണാൻ പറ്റുന്നൊരു അമേസിങ് വ്യൂ ആണ്. സൺസെറ്റിന് വന്നായിരുന്നു ഏറ്റവും കൂടി നന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് സൺസെറ്റിൽ എത്താൻ പറ്റിയില്ല. എന്നാലും സൂപ്പർ വ്യൂ ആണ് ഇവിടെ. രണ്ട് ദിവസത്തെ ഉദയ്പൂർ യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത് വളരെ മനോഹരമായ കുറച്ച് ദൃശ്യങ്ങളാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാനും സന്തോഷവാനാണ്. അപ്പോൾ ഇനി വേറൊരു യാത്രയിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്.